അഡ്വക്കേറ്റ് അനിൽകുമാർ, താങ്കളിലേക്ക് ഞാൻ വരികയാണ്. CPIM-ന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഇതിനെ എങ്ങനെ കാണുന്നു? നമുക്കറിയാം പ്രതീക്ഷിത വളർച്ച നിരക്കില്ലാതെ രാഷ്ട്രം നിൽക്കുന്ന 6.4-ലേക്ക് വളർച്ച നിരക്ക് ചുരുങ്ങിയിരിക്കുന്ന, അടുത്ത വർഷം 6.3 മുതൽ 6.8 വരെ മാത്രം വളർച്ച നിരക്ക് ഉണ്ടാവും എന്ന് കരുതുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ബജറ്റ്, ഒപ്പം തന്നെ 100ാം സ്വാതന്ത്ര്യ ദിനത്തിനോട് അനുബന്ധിച്ച് വികസിത രാഷ്ട്രമാവും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന സാമ്പത്തിക നീക്കങ്ങളുടെ ഒരു പ്രത്യേക പരിണതിയിൽ എത്തി നിൽക്കുമ്പോൾ നടത്തുന്ന ബജറ്റ്, ആ ബജറ്റിൽ എന്ത് പ്രതീക്ഷിക്കുന്നു, എന്ത് ആശങ്കകൾ സൂക്ഷിക്കുന്നു CPIM? അനിൽകുമാർ. ഡീപ് സീക്ക് പോലെ നിർമ്മിത ബുദ്ധിയുടെ പുതിയ സ്വതന്ത്ര പ്ലാറ്റ്ഫോമുകൾ വികസിച്ചുകൊണ്ട് അധ്വാനഭാരം മനുഷ്യൻ്റെ ലഘൂകരിക്കാൻ കഴിയുന്ന പുതിയ ഗവേഷണങ്ങളും പഠനങ്ങളും ലോകത്ത് നടക്കുകയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങളെല്ലാം പുതിയ സമൂഹത്തിന് പകരാൻ കഴിയുന്ന തരത്തിലുള്ള പ്രത്യാശകൾ ലോകത്ത് പടരുകയും ചെയ്യുമ്പോഴാണ് 90 മണിക്കൂറാണോ 70 മണിക്കൂറാണോ അധ്വാന സമയം നിജപ്പെടുത്തേണ്ടതെന്ന ചർച്ചയാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളിയുടെ ഒരാഴ്ചത്തെ ജോലി സമയം 70 മണിക്കൂർ അല്ലെങ്കിൽ 90 മണിക്കൂർ, ഇതാണ് പ്രധാനപ്പെട്ട ചർച്ച. അതിനർത്ഥം എന്താണ്? ഇനിയും നമ്മുടെ നാട്ടിലെ തൊഴിലാളി വർഗത്തെ കടന്നാക്രമിക്കുകയും അവർക്ക് വേതനം കുറയ്ക്കുകയും ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും അവരെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കുകയും ചെയ്ത് കൂടുതൽ തടിച്ചു കൊഴുക്കാൻ കഴിയുമെന്ന പ്രത്യാശയിലാണ് ഇവിടുത്തെ ഭരണവർഗം നിൽക്കുന്നത്. അതിന് മകുടം ചാർത്തുകയും കുടപിടിക്കുകയും ചെയ്യുന്നൊരു ബഡ്ജറ്റ് എന്നതിനപ്പുറത്ത് മറ്റൊന്നും നിർമ്മലാ സീതാരാമൻ്റെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ മോദി സർക്കാർ ഈ 3ാം ടേമിൽ അധികാരത്തിൽ വന്ന ശേഷം ഒരു ഇടക്കാല ബഡ്ജറ്റ് വന്നു. ആ ഇടക്കാല ബഡ്ജറ്റിൽ ഏറ്റവും പ്രധാനമായും മുന്നോട്ട് വെച്ചത് കേരളത്തിൻ്റെ ഇന്ത്യയുടെ സാമ്പത്തിക ഉത്തേജനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലെ വികാസത്തിന് വേണ്ടി പ്രത്യേക പദ്ധതികളാണ്. അതെന്തായി? എത്ര കോടി രൂപയുടെ തൊഴിൽ സൃഷ്ടിക്കപ്പെട്ടു? എത്ര കോടി പേർക്ക് തൊഴിലായി? ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന കണക്കുകൾ മനസ്സിലാക്കുന്നത് ആ ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട ഒരു നിഗമനങ്ങളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും നടപ്പാക്കപ്പെട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. നിർമ്മലാ സീതാരാമൻ തപസ് ചെയ്യുകയാണ്. എന്തിനാണ് തപസ്? ധനദൃഢീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ GDP-യുടെ 3% ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള കടബാധ്യതയെ ചുരുക്കുക എന്നതാണ് ഏറ്റവും നല്ല അച്ചടക്കമെന്നാണ് അവരുടെ കാഴ്ചപ്പാട്. അതിൻ്റെ ഭാഗമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ 8 ബഡ്ജറ്റ് നോക്കിയാൽ, നിർമ്മലാ സീതാരാമൻ്റെ 7 ബഡ്ജറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ എല്ലാ ബഡ്ജറ്റുകളിലും കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, PM അസ്ഗാർ യോജന തൊട്ട് PM-ൻ്റെ പേരിലുണ്ടാക്കിയിരിക്കുന്ന എല്ലാ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കും വിഹിതം അലോട്ട്മെൻറ്റ് കുറയുന്നതായിട്ടാണ്. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് പണം വരുന്ന പദ്ധതി ഉണ്ടാവില്ല. ഇവിടെ BJP-യുടെ പ്രതിനിധി ശരിയായി പറഞ്ഞു, ഈ വർഷം തിരഞ്ഞെടുപ്പൊന്നുമില്ല, അതുകൊണ്ട് ആളുകൾക്ക് നല്ല പദ്ധതികൾ, ജനങ്ങൾക്ക് കൈയടിക്കുള്ള പദ്ധതികളൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇതാണ് BJP-യുടെ ഉള്ളിലിരിപ്പ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തിലൊരിക്കൽ ജനങ്ങളെ കണ്ടാൽ മതി. 4ാം കൊല്ലം ആകുമ്പോൾ കുറേ പദ്ധതികൾ പ്രഖ്യാപിക്കുക, കുറേ നടന്നു, കുറേ നടന്നില്ല, കുറേ പണം കൊണ്ട് കോർപ്പറേറ്റുകളുടെ ഇത് വാങ്ങിച്ച് വീടുകളിൽ കൊണ്ട് കൊടുത്ത് വോട്ടെടുപ്പിലൂടെ ജാതിയും വർഗീയതയും പണവും പറഞ്ഞ് ജയിക്കുക, അധികാരം വീണ്ടെടുക്കുക. ഇങ്ങനെ തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ജയിക്കാനുള്ള കള്ളക്കമ്മട്ടം ഉണ്ടാക്കുന്ന പരിപാടിക്കാണ് ഇവർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ബഡ്ജറ്റിൽ ആത്മാർത്ഥതയില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന പിന്നോട്ട് പോവുകയാണ്. ഇപ്പം തന്നെ കേന്ദ്ര സർക്കാർ പിടിച്ചു നിൽക്കുന്നത് സംസ്ഥാനങ്ങളുടെ ചെലവിലാണ്. നിർമ്മലാ സീതാരാമൻ്റെ ഈ 8ാം ബഡ്ജറ്റ് വരുമ്പോൾ കഴിഞ്ഞ 7 ബഡ്ജറ്റുകളും സംസ്ഥാനങ്ങളെ കടന്നാക്രമിക്കുകയായിരുന്നു. ഓരോ സംസ്ഥാനങ്ങൾക്കുമെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാനങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ആ സംസ്ഥാനങ്ങൾക്ക് അപ്പക്കഷങ്ങൾ വാരി വിതറിക്കൊണ്ട് തങ്ങളുടെ അധികാരം ഉറപ്പിക്കാനാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ശ്രമിച്ചത് എന്ന് നമ്മൾ കണ്ടിരിക്കുന്നു. എന്താണ് യാഥാർത്ഥ്യം? ഇതിനിടയിലും
കേന്ദ്ര സർക്കാരിന് പ്രശംസിക്കാൻ കേരളം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇന്നലെ സാമ്പത്തിക സർവേ വന്നപ്പോൾ ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു മേഖലയിൽ കേരളം പിന്നിലാണെന്ന് പറയാൻ നരേന്ദ്രമോദിയുടെ സാമ്പത്തിക സർവേക്ക് ആയില്ല. 8.5 കൊല്ലക്കാലമായി അധികാരത്തിൽ തുടരുന്ന പിണറായി സർക്കാർ എന്തുകൊണ്ട് ഈ സർക്കാരിനും തുടർച്ച ഉണ്ടാകണം എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് ഈ ബഡ്ജറ്റ്. എന്നാൽ കേന്ദ്ര സർക്കാർ പറയുന്ന, നീതി ആയോഗ് പറയുന്ന ഏറ്റവും വലിയ കുറ്റപ്പെടുത്തൽ എന്താണ് കേരളത്തെക്കുറിച്ച്? കേരളത്തിന് ചെലവ് കൂടുതലാണ്. എവിടെ ചെലവ് കൂടുതൽ? എന്താണോ നീതി ആയോഗ് അല്ലെങ്കിൽ ഈ സാമ്പത്തിക വിശകലനത്തിൽ കേരളത്തിൻ്റെ മേന്മയായി പറയുന്നത്, അത് നിലനിർത്താൻ ക്ഷേമ നടപടികൾക്ക് പണം ചെലവഴിക്കും കേരളം. അനിൽകുമാർ, കേന്ദ്രം ക്ഷേമ നടപടികൾക്ക് പണം കേരളത്തിലേക്കാണ് നമ്മൾ രണ്ടാമത് പോകുന്നത്. കേരളത്തിലേക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറയാം. ബഡ്ജറ്റിന്റെ ഒരു ആമുഖ അവതരണം ഒന്ന് അവതരിപ്പിച്ച് താങ്കൾ കൺക്ലൂഡ്. ഞാൻ പറയുന്നത് ബഡ്ജറ്റിൽ മധ്യവർഗത്തെക്കുറിച്ച് പറയുന്നു. എന്താ ഈ മധ്യവർഗത്തിൻ്റെ പ്രത്യേകത? ഇന്ത്യൻ മധ്യവർഗത്തിൻ്റെ ആവാസ കേന്ദ്രം നഗരങ്ങളാണ്, ഗ്രാമങ്ങളല്ല. അപ്പം നഗരകേന്ദ്രീകൃതമായ മധ്യവർഗത്തെ മുൻനിർത്തിക്കൊണ്ട് വർഗീയവൽക്കരിക്കപ്പെടുന്നൊരു ഇന്ത്യ രാജ്യത്തിനകത്ത് അവരുടെ താല്പര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയോ അതിന് ചില തൊട്ടുതടലുകൾ നടത്തിക്കൊണ്ടോ രാഷ്ട്രഭരണം നടത്താമെന്നാണ് അവരുടെ കാഴ്ചപ്പാട്. കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് തൊഴിലാളി എന്ന പദമില്ല. പ്രശ്നമെന്താ? ഈ തെരഞ്ഞെടുപ്പിന് ഈ ബഡ്ജറ്റിനകത്ത് ഇവിടുത്തെ കർഷക സമൂഹത്തോട് നരേന്ദ്രമോദി കൊടുത്ത ഉറപ്പ് പാലിക്കുമോ? അവർ വീറുറ്റ സമരം നടത്തി നൽകിയിട്ടുള്ള ഉറപ്പുകൾ പാലിക്കുമോ? നരേന്ദ്രമോദി 2014 തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതാണ്, ഉൽപ്പാദനത്തിന് 50% ഉൽപ്പാദനച്ചെലവ് ഉൾപ്പെടെ താങ്ങുവില പ്രഖ്യാപിക്കുമോ? പണം പ്രഖ്യാപിക്കില്ല, അതിന് പണം കൊടുക്കില്ല. അപ്പോൾ കർഷക വർഗത്തിനൊന്നുമില്ല, തൊഴിലാളി വർഗത്തിനൊന്നും ഉണ്ടാവില്ല, സംസ്ഥാനങ്ങൾക്കിടയിൽ തുല്യമായ വീതം വെപ്പ് ഉണ്ടാവില്ല. പിന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അമിതാധികാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇടമായി പണ്ടേ മാറിക്കഴിഞ്ഞു. റെയിൽവേ ബഡ്ജറ്റ് ഇല്ലാതായി. മറ്റ് ബഡ്ജറ്റുകളുടെ അവസ്ഥ എന്താണ്? ആ അവസ്ഥ പ്രത്യേകത എന്ന് പറയുന്നത് GST കൗൺസിലാണ് നികുതികളെല്ലാം തീരുമാനിക്കുന്നത്. ആകെ പിന്നെ ബഡ്ജറ്റിൽ എല്ലാവരും നോക്കുന്നത് ആ ഇൻകം ടാക്സിൻ്റെ വല എത്രത്തോളം നീട്ടു വലിക്കുന്നുണ്ട്, എത്ര പേരെ അതിൻ്റെ അകത്ത് പെട്ടുപോകുന്നുണ്ട്, കണ്ണ് വലുതാക്കുന്നുണ്ടോ എന്ന് മാത്രമേ ആളുകൾക്ക് അറിയേണ്ടതുള്ളൂ.